കലിക ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പം ഞാൻ ഈ വീഡിയോ ദുബായിൽ നിന്നാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എയർപോർട്ടുകളെല്ലാം, ദുബായിലെ എയർപോർട്ടുകളെല്ലാം ബന്ധനാവസ്ഥയിലാണ്. എല്ലാ എയർപോർട്ടുകളും അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മലയാളികൾക്കൊക്കെ അറിയാം. ലോകമെമ്പാടുമുള്ളവർക്ക് അറിയാം. നമ്മുടെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിൽ കലിക ജ്യോതിഷൻ്റെ 80-ാമത്തെ പ്രവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് 4 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൻ്റെ മുഖാമുഖം അടിയടക്കുമെന്നു. ഇത് കലിക ജ്യോതിഷം ആദ്യമേ പറഞ്ഞല്ലേ, ഡിസംബറിലെ പറഞ്ഞില്ലേ. ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപക്ഷെ അമേരിക്ക ഇതിനെക്കുറിച്ച് ചിന്തിച്ചതുപോലും. അപ്പോൾ അതാണ് ഇതിനകത്ത് കലിക ജ്യോതിഷൻ ആദ്യം പറയും, ലോകം പിന്നീട് അത് ശരിവയ്ക്കും. പിന്നെ കുറേമാർ കുറച്ച് പട്ടികൾ സൂര്യനെ കണ്ട് കുരച്ചുകൊണ്ടിരിക്കും, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കീടം തിരുവനന്തപുരത്ത് ചീത്ത വിളിച്ചുകൊണ്ട് മാത്രം വീഡിയോ ഇടുന്നത്, അവനിപ്പം ഞാൻ BNS എത്ര 356 പ്രകാരം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ 1 കോടി രൂപ നഷ്ടപരിഹാരത്തിൻ്റെ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അവനുടൻ തന്നെ അത് പോവും. ഇനി അവൻ കലിക ജ്യോതിഷം എല്ലായിടത്തും കളിക്കും പോലെ കലിക ജ്യോതിഷൻ്റെ അടുത്ത് വന്ന് കളിച്ചാൽ അവന് പണി പാളും. അതിനി അവൻ കാണാൻ പോണതേ ഉള്ളൂ. അതാണ് അതിൻ്റെ നിയമപരമായിട്ട് അവൻ അതിന് ആൻസർ പറയട്ടെ. അതുപോട്ടെ, ഒരുപാട് പേര് ഇതേപോലെ ഓരോന്നൊക്കെ പറയും, നമ്മുടെ ചങ്കുകൾ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വക്കീലിൻ്റെ അടുത്ത്. വക്കീലത് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇങ്ങനെ യുദ്ധം, ഇവിടെ ഇപ്പം നിശബ്ദതയാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ദുബായിലിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളുടെ, അറേബ്യൻ രാജ്യങ്ങളുടെ എല്ലാം ഇത് അടച്ചിടും. ഇന്നാൾ ഒമാനിലൊരു ഇത് നടന്നപ്പോഴും അടച്ചിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊരു 3-4 ദിവസത്തിന് 5 ദിവസത്തിനകത്ത് തീരും. 5-ാം തീയതിയാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രാവശ്യം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം, അന്ന് വ്യോമയാന മേഖലയിൽ പ്രോബ്ലമായിരുന്നു. അത് 2ാമത്തേത് ഒമാൻ്റേതായിരുന്നു. അന്നെല്ലാം ഞാൻ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, എൻ്റെ പ്രവചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ പേരും സേഫാണ്. UAE-യിൽ, ദുബായിൽ ഒരു കുഴപ്പവും ഉള്ളതായിട്ട് ഫീലാവുന്നില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എയർപോർട്ട് അടച്ചിടുക എന്നുള്ളത് സേഫ്, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ സേഫ് അനുസരിച്ച് അതിന് വേണ്ടിയാണ്. അല്ലാതെ വേറെ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് കാണാനില്ല. പിന്നെ ഇറാനെ സംബന്ധിച്ചോളം, ഇറാനിപ്പം മാസങ്ങളോളം നിന്നടിക്കാനുള്ള ആയുധശേഷിയൊന്നുമില്ല. പിന്നെ ഇത് അമേരിക്കയെ സംബന്ധിച്ചോളം ഇറാൻ ഒരു വിരട്ടുമാണ്, എല്ലാമാണ്. ശരിയായ 5 ദിവസത്തിൽ തന്നെ ഇത് തീരും എന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പിന്നെ അത് എൻ്റെ പ്രവചനത്തിൻ്റെ 80-ാമത്തെ പ്രവചനം തന്നെ. ചിലവന്മാർ ഇത് കണ്ടില്ല എന്നൊക്കെ പറയും. കലിക ജ്യോതിഷൻ്റെ പ്രവചനങ്ങളൊന്നും കാണില്ല, നടക്കണമെന്ന് ഉമ്മാർ കാണില്ല, നടക്കാത്തതെല്ലാം ഉമ്മാർ അന്വേഷിച്ച് പിടിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല. അതൊക്കെ നമ്മളെ ചങ്കുകൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയണത്, എൻ്റെ ഒരു ഇതല്ല. അപ്പോൾ അത് ചങ്കുകളിങ്ങനെ പറയും. എൻ്റെ അടുത്ത് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതൊന്നും ഞാൻ പറയാം, അതൊക്കെ നമ്മൾ അതിനൊക്കെ മറുപടി കൊടുക്കണ്ട, പോട്ടെന്ന് പറഞ്ഞു. പിന്നെ മറ്റവനിപ്പോൾ വക്കീൽ നോട്ടീസ് വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 2ാമത്തെ പ്രാവശ്യമാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവന് ഇതില്ല, ചാൻസ് ഇല്ല. അവന് നിയമപരമായിട്ട് 1 കോടി രൂപ വക്കീൽ നോട്ടീസ് വിടുന്നതോടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവൻ പിന്നെ കോടതിയിലൊന്ന് ഉത്തരം പറയട്ടെ. അതാണ് അതിന് ഏറ്റവും നല്ലതായിട്ട് ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയാണ്. അയ്യോ, ആറ്റുകാൽ ദേവി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൊച്ചുനാൾ മുതലേ കിള്ളിയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. കരമന, നമ്മുടെ കിള്ളിപ്പാലത്തിൻ്റെ അടുത്താണ്. ഞാൻ വലിയശാല ജനിച്ച് വളർന്നവനാണ്. അപ്പോൾ വലിയശാല തന്നെ ഞങ്ങളുടെ തായ് വേരുകളെല്ലാം ഉള്ളതാണ്. എത്രയോ തലമുറയായിട്ട് വലിയശാലയുടെ തായ് വേരുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് കിള്ളിയാറ് അതിൻ്റെ തൊട്ടടുത്താണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രമായിട്ട് വലിയ ബന്ധമുണ്ട്. എൻ്റെ പൊന്നമ്മ ആറ്റുകാൽ ദേവിയുടെ പൊങ്കാലയാണ്. ഇവൻ തിരുവനന്തപുരത്തുള്ള എല്ലാ പേരെയും ചീത്ത വിളിച്ചിടുന്ന ആ മഹാൻ ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് പറഞ്ഞിട്ടാണ് അവൻ ഇട്ടത്. അവനെന്തോ VV രാജേഷിനെയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ്. അവനെ അറിയുന്നതിനേക്കാളും കൂടുതൽ VV രാജേഷിനെ എനിക്കറിയാം. അത് അവൻ അറിഞ്ഞൂടാ, അതാണ് വേറൊരു കാര്യം.
പിന്നെ അവൻ ഈ നച്ചാപ്പിക്കൊക്കെ വേണ്ടി കീടം അടിച്ചാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഈ വേടിയായിട്ട് ജീവിച്ചു പോണ്. പക്ഷെ അതവന് ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇനി അവനെ നിയമപരമായിട്ട് തന്നെ അത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അവനെന്തായാലും 1 കോടി രൂപ അവനെതിരെ കേസ് ഫയൽ ചെയ്യും. ഞാൻ ഇന്നാളെ പറഞ്ഞ് എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, കലിയ ജ്യോതിഷത്തിൻ്റെ പേര് ഉപയോഗിക്കുകയോ കലിയ ജ്യോതിഷൻ എന്ന പേര് ഉപയോഗിക്കുകയോ ചെയ്താൽ ഇത് കോപ്പിറൈറ്റ് ഉള്ളതാണ്, ട്രേഡ് മാർക്ക് ഉള്ളതാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ്, എല്ലാവിധ രജിസ്ട്രേഷനും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവന് BNS 356 അതിനുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് അവന് താമസിക്കാതെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ള നമ്മളായിട്ട് ആരുടെ ഒന്നിനും പോവില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ അത് എന്ത് രീതിയിലായാലും നേരിടും. ഇനി ആരായാലും അത് നേരിടും. അത് നമ്മുടെ ഒരു രീതിയാണ്, നിയമപരമായിട്ട് നേരിടും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ജഗത്താന് 5 കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചു. അന്ന് അവന് അത് കൈപ്പറ്റാതെയൊക്കെ പോയി. പിന്നെ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഇവിടെ നാട്ടിലുണ്ട്. പിന്നെ അവന് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല. വന്നാൽ അത് തീർച്ചയായിട്ടും നമ്മളായിട്ട് ഒന്നിനും പോവില്ല. ഒരു എറമ്പിനെ പോലും ഞാൻ നോവിക്കില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇനി എത്ര വലിയവനായാലും പിടിയില്ല, നിയമപരമായിട്ട് നേരിടും. നമ്മൾ അങ്ങേറ്റം നിയമപരമായിട്ട് എങ്ങാണ്ട് പോകണം അവിടം വരെ നമ്മൾ പോവും. അത് കാര്യമായിട്ടുള്ള കാര്യമാണ്. വിമർശിക്കുന്നതൊക്കെ വിമർശിക്കുക, അത് മാന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും വിമർശിക്കുക. അത് മാന്യമായ ഭാഷയിലായിരിക്കണം. അല്ല ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ വിമർശിക്കുന്നവനെ പിന്നെ അതേപോലത്തെ രീതിയിൽ നമ്മൾ നിയമപരമായിട്ട് നേരിടും. അതിപ്പോൾ ഞാനിവിടെ ഇല്ല, ദുബായിലാണ്. വന്ന അവിടെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. അത് അതിൻ്റേതായ രീതിയിൽ പൊയ്ക്കോട്ട്, നിയമത്തിൻ്റേതായ രീതിയിൽ പൊയ്ക്കോട്ട്, കുഴപ്പമില്ല. പക്ഷേ ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ കാണുന്നതാണ്. ഞാൻ പരസ്യം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അവൻ ചീത്ത വിളിച്ച് വീഡിയോ ഇട്ടത് എന്നെ മാത്രമല്ല എല്ലാ ജ്യോതിഷന്മാരെ മൊത്തത്തിൽ അവഹേളിച്ചുകൊണ്ടിട്ടു. അത് അവരെ മറ്റുള്ള ജ്യോതിഷം പോലെ അല്ല കലിയ ജ്യോതിഷൻ എന്നുള്ളത് അവനറിഞ്ഞൂടാ. അതാണ് അവൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ, നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കേണ്ട. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, എൻ്റെ ചങ്കുകൾക്കും കൂടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം നമുക്ക് ദേവിയുടെ ഇതാണ്. ഓരോ തോറ്റമ്പാട്ടിൻ്റെയും കഥകൾ കഴിഞ്ഞു. കോകുലിൻ്റെ ഇതിൽ സ്റ്റേജിലേക്ക് വന്നു. പൊങ്കാലയുടെ ഇതായി. കർണകി ദേവിയാണ്, എല്ലാം അറിയാം. അതിനെല്ലാ പേർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും കലിയ ജ്യോതിഷൻ്റെ ഇത് നേരുകയാണ് ആശംസകൾ. എല്ലാ പേരും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ കൊച്ചുനാൾ മുതലേ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ എത്രയോ വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയിൽ അണിചേരുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചുനാൾ മുതലേ തുടങ്ങിയതാണ്. അപ്പം തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഓണത്തിനേക്കാളും വിശ്വാസം വലുതാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും വലുതായിട്ടുള്ളതാണ്. തിരുവനന്തപുരം നിവാസികൾക്ക് അത് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ കിള്ളിയാറിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേവിയുടെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ദേവിയായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ട്. ക്ഷേത്രവും ദേവിയും എല്ലാം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മിക്കവാറും വെള്ളിയും ചൊവ്വയൊക്കെ ഞാൻ കൊച്ചുനാൾ മുതലേ ക്ഷേത്ര ദർശനം നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി തന്നെയാണ് അമ്മ. അതിനകത്ത് ഒരു ഇതുമില്ല. ഏറ്റവും ശക്തിയുള്ള ദേവി തന്നെയാണ് ആറ്റുകാൽ ദേവി. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, ഇതെങ്ങനെ സാറേ എൻ്റെ മക്കളുകളല്ല. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് അവിടെ ഇരിക്കൂ. കൂടി പറഞ്ഞാൽ ഒരു 5 ദിവസം അത് ക്ലിയറായിട്ട് പോവും, ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് ഞാൻ എല്ലാ പേരെയും ആശ്വസിപ്പിച്ചു. ഞാൻ റോമിങ്ങിലാണെങ്കിൽ പോലും മാക്സിമം. അതുകൊണ്ട് ദയവേത് നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക. 100 കണക്കിന് മെസ്സേജുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം തീർച്ചയായും ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ നിങ്ങളെല്ലാവരെയും സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് ഡിസംബറിൽ നടത്തിയ പ്രവചനം ഉണ്ടല്ലോ, 2025 ഡിസംബറിൽ തന്നെ ദുബായിൽ വെച്ച് നടത്തിയ പ്രവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80ാമത്തെ പ്രവചനം ആവശ്യമുള്ളവർ ചോദിച്ചാൽ അത് PDF ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, 80ാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ പേർക്കും പൊങ്കാല ആശംസകൾ നേരുകയാണ്. ഈ പൊങ്കാലയ്ക്ക് ഞാൻ അവിടെ ഇല്ല. അതായത് ഞാൻ 21 തീയതി മുതൽ 6 തീയതി വരെ ഇവിടെയാണ്, ദുബായിലാണ്. അപ്പോൾ എനിക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിവിടെ ഇരുന്നു കൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കും, ദേവിയെ പ്രാർത്ഥിക്കും. അതാണ് അതിൻ്റെ, ദേവിയാണ് എൻ്റെ ശക്തി. ശിവദീക്ഷ എടുത്ത എൻ്റെ
അപ്പോൾ ദേവി അതിൻ്റെ ഒരു ഭാഗമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തി. ഇതാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. ഇതിന് മുകളിലൊരു ശക്തിയുമില്ല. ഇതിൻ്റെ മുന്നിൽ കെട്ടടങ്ങാത്ത ഒരു ദുശക്തിയല്ല. തീർച്ചയായും നിങ്ങളെല്ലാം ധൈര്യമായിട്ട് തന്നെ ഇരിക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയുമല്ലോ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എന്ന് പറയും. എല്ലാവരും നമുക്ക് ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകും. എല്ലാ ജീവജാലങ്ങളും സർവ്വ ജീവജാലങ്ങളും നമുക്ക് തുല്യരായിട്ട് തന്നെയാണ്. എല്ലാവരും നല്ലതായിരിക്കട്ടെ. എന്നെ വിമർശിക്കുന്നവരും ചീത്ത വിളിക്കുന്നവരും എല്ലാവരും നല്ലതായിരിക്കട്ടെ. പക്ഷേ ചീത്ത വിളിക്കുന്നത് ഒരുത്തനും അവകാശമില്ല. ആരെയും ചീത്തയൊന്നും വിളിക്കാൻ പാടില്ല. അവന് നിയമപരമായിട്ട് നേരിടണം. അങ്ങനെ എല്ലാ പേരും അങ്ങനെ വിട്ടാൽ അവനൊന്നും ചിലപ്പോൾ ശരിയായില്ല എന്നിരിക്കും. നിങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ മൊത്തം ചീത്ത വിളിച്ചുകൊണ്ടാണ് വീഡിയോ ഇടണമെങ്കിൽ അതിന് എന്തായാലും നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരും. എൻ്റെ കേസ് ചിലപ്പോൾ ഞാൻ തന്നെ വാദിച്ചെന്നും ഇരിക്കും. അത് എനിക്കറിയാം. ഞാൻ സ്വന്തമായിട്ട് 3-4-5 കേസ് വാദിച്ചിട്ടുള്ളവൻ തന്നെ. അതുകൊണ്ട് എനിക്കതിൻ്റെ ഇതും അറിയാം. ഞാൻ തന്നെ ചിലപ്പോൾ വാദിക്കും. എന്നിട്ട് അവനെ കൂട്ടിൽ കയറ്റി നിർത്തി ഞാൻ വാദിക്കും. എൻ്റെ വക്കീലുണ്ട്. വക്കീൽ അതിൻ്റെ ഇതെല്ലാം എഴുതും. വക്കീലും നോക്കും, ഞാനും വാദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെന്നും അവരൊക്കെ അതായത് സമൂഹത്തിന് ദ്രോഹികളാണ്. അതപ്പോൾ എത്രയോ ആൾക്കാർ കേൾക്കും. അവനൊന്നും വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രയോ കൊച്ചുകുട്ടികൾ അത് കേൾക്കും, കുടുംബത്തിലിരിക്കുന്നവർ കേൾക്കും, സ്ത്രീകൾ കേൾക്കും. ഇവനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. അതിപ്പോൾ ശക്തരടുത്ത് ചെന്ന് ഞോണ്ടുമ്പോൾ മഹാദേവനെ ഭസ്മാസുരൻ ചെന്ന് തൊട്ടാൽ ഭസ്മാസുരൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. നിയമപരമായിട്ടേ നമ്മളതിനെ നേരിടും. 1 കോടി രൂപ കൊണ്ട് വരട്ട്. എന്തായാലും അവൻ കേസ് പറയട്ടെ. അതിൻ്റെ വീഡിയോസും ബാക്കിയെല്ലാം പ്രൂഫായിട്ട് എല്ലാം എടുത്ത് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉടൻ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യും. ബാക്കി അവൻ കോടതിയിൽ വരട്ടെ. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ. ആറ്റുകാൽ ദേവിക്ക് പ്രണാമം. ആറ്റുകാൽ ദേവിക്ക് പ്രണാമം. ആറ്റുകാൽ ദേവിക്ക് പ്രണാമം. എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാലാശംസകൾ നേരുകയാണ്.